പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് തങ്ങളുടെ മേൽ പതിക്കുന്ന ബോംബുകൾക്ക് കണക്ക് തീർക്കാനെന്ന പുതിയ ക്ലസ്റ്റർ ബോംബുകളാണ് ടെല്ലവീവിലേക്ക് വാരി വിതറിയത് എന്ന് മാത്രമല്ല, ലെബനനിൽ ഇസ്രയേലി സൈനികരും കൊല്ലപ്പെട്ടു. കൂടാതെ ബഹ്റൈനിൽ US ബേസിലുണ്ടായ അക്രമത്തിൽ 21ഓളം US സൈനികർ മരിച്ചു എന്നും അവകാശപ്പെടുന്നു. ശക്തമായ പശ്ചിമേഷ്യൻ ആക്രമണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര ദിവസം ഇത്തരത്തിൽ ലോകത്തിന് തുടരാനാവുമെന്നതാണ് പ്രധാന ചോദ്യം. ഇതിനിടയിൽ ഒമാൻ വ്യത്യസ്ത രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളെ ചർച്ചയ്ക്ക് വിളിച്ചു. അടിയന്തരമായി ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് എല്ലാ രാജ്യങ്ങളും ഇടപെടണമെന്നാണ് ഒമാൻ്റെ ആവശ്യം. ഈ യുദ്ധം വല്ലാതെ നീണ്ടാൽ ലോകത്തിന് തന്നെ നിലനിൽക്കാനാകാത്ത വിധമുള്ള ക്രൈസിസ് എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്. റഷ്യയിലുണ്ടാകും, കൊറിയയിലുണ്ടാവും. അവരാർക്കും ഒരു നിശ്ചിത പരിധിക്ക് ശേഷം വെറും നോക്കുകുത്തിയായി നോക്കിയിരിക്കാനാവില്ല എന്നതാണ് സ്ഥിതിവിശേഷം. പശ്ചിമേഷ്യൻ യുദ്ധം അതിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും വിടുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടത്. ഇറാൻ്റെ എണ്ണപ്പാടങ്ങളിലേക്ക് ശക്തമായ ആക്രമണം നടത്തി ഇസ്രയേൽ. എണ്ണപ്പാടങ്ങൾക്ക് തീപിടിക്കുന്നത് വലിയ രാസായുധ ഭീഷണി പോലെ അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും അതൊരു യുദ്ധത്തിലെ തന്നെ കുറ്റകൃത്യമാണെന്നുമാണ് ഇറാൻ അവകാശപ്പെടുന്നത്. എന്ത് കുറ്റകൃത്യം? ആരോടാണ് പറയേണ്ടത്? ആരാണ് ഈ കുറ്റകൃത്യങ്ങളെ പരിശോധിക്കുന്നത്? 16 വയസ്സുള്ള പെൺകുട്ടിയെ വേട്ടയാടിയ പെണ്ണുപിടിയനും യുദ്ധക്കുതിയനുമായ ട്രംപ് പരിശോധിക്കുന്നിടത്ത് എന്ത് യുദ്ധക്കുറ്റകൃത്യമാണ് ഈ ലോകത്ത് പരിശോധിക്കാൻ പോകുന്നത്? കടലാസ് പുലി പോലെ നോക്കിയിരിക്കുന്ന ഐക്യരാഷ്ട്രസഭയ്ക്ക് പുല്ല് വില കൽപ്പിക്കാതെ ലോക കോടതി വാർ ക്രിമിനൽ എന്ന് കുറ്റവാളിയായി പ്രഖ്യാപിച്ച ആൾ തന്നെ മറ്റൊരു യുദ്ധത്തിന് പോലും നേതൃത്വം നൽകുന്നതിന് ഒരു പ്രയാസവുമില്ലാത്ത ലോകക്രമത്തിൽ ആരാണിത് പരിശോധിക്കുന്നത്? ഒടുവിൽ ഇറാൻ വന്യമായ രീതിയിൽ തിരിച്ചടിച്ചു. ഏതാണ്ട് 1 മണിക്കൂറുകൾക്ക് മുമ്പ് ടെല്ലവീവിൽ മൾട്ടിപ്പിൾ ക്ലസ്റ്റർ ബോംബിംഗ് എന്ന് പറയുന്ന മിസൈലിനകത്ത് നിരവധി ക്ലസ്റ്റർ ബോംബുകൾ ഘടിപ്പിച്ചാണ് ആക്രമണം നടത്തിയത്. നിരവധി കെട്ടിടങ്ങൾക്കും മനുഷ്യവാസ മേഖലയിലും പതിച്ച ഈ ബോംബുകൾ അതിപ്രഹരശേഷിയുള്ളതും വളരെ ശക്തവുമാണ്. എന്ന് പറയുമ്പോൾ തങ്ങളുടെ മേൽ വർഷിക്കുന്ന ആ ബോംബുകൾക്ക് തുല്യമല്ലെങ്കിൽ പോലും പകരം ചെയ്യാൻ ഉറച്ചു തന്നെ നീങ്ങുകയാണ് ഇറാൻ. 6 മാസത്തേക്ക് യുദ്ധം ചെയ്യാൻ തങ്ങൾക്ക് മടിയില്ലെന്നാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൂടാതെ ബഹ്റൈനിലെ US ബേസിൽ ആക്രമിച്ച് അവിടെ 21 സൈനികരെ തങ്ങൾ വധിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഒടുവിൽ അവർ തന്നെ അവകാശപ്പെടുന്ന വിവരങ്ങളിൽ നിന്നറിയുന്നത്. കൂടാതെ ബഹ്റൈനിലെ ശുദ്ധജല പ്ലാന്റിലും ആക്രമണം നടത്തി എന്ന് പറയുന്നു. തങ്ങളുടെ നിലനിൽപ്പും തങ്ങളുടെ ജനങ്ങളുടെ ജീവിതവും ദുസ്സഹമാകുമെങ്കിൽ എല്ലാവരുടെയും ഒരുപോലെ ആകണം എന്ന് പറയുന്ന വർദ്ധിത വീര്യത്തോടെയാണ് പ്രതികാരം ചെയ്യുന്നത്. ലോകത്തിന് എത്ര ദിവസം ഇത് നോക്കിക്കൊണ്ട് നിൽക്കാനാവും? ഒരു കാര്യവുമില്ലാത്ത ഈ യുദ്ധവെറി ട്രംപും നെതന്യാഹുവും ചേർന്ന് ഉണ്ടാക്കിയെടുത്തതാണെന്നറിയാമെങ്കിലും കാത്തിരിക്കുകയാണ് ഒരുപാട് പേർ. അത്രമേൽ കാത്തിരിക്കാനാവുകയുമില്ല. കാരണം റഷ്യയ്ക്കും ഉത്തര കൊറിയയ്ക്കും ചൈനയ്ക്കും അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇറാനിൽ നടക്കുന്ന ഈ അക്രമങ്ങൾക്ക് കടുത്ത വില നൽകേണ്ടി വരും. അതുപോലെ തന്നെ വില നൽകേണ്ടി വരുന്നൊരു രാജ്യമാണ് ഇന്ത്യയും. എന്നാൽ ട്രംപിനോടും നെതന്യാഹുവിനോടുള്ള പ്രണയം വെച്ച് മൗനമായി നോക്കിയിരിക്കുകയാണ്, തൊട്ടും തൊടാതെയും.